ഹലോ മാഡം. എന്താടാ ബോംബൊക്കെ സെറ്റാക്കിയോടാ? അതൊക്കെ സെറ്റാക്കി മാഡം. യാഗം നടക്കുന്ന മണ്ഡപത്തിനകത്താ ബോംബ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരൊറ്റ ബട്ടൺ അമർത്തിയാൽ മതി, മൊത്തം കത്തി ചാമ്പലാവും മാഡം. വെരി ഗുഡ്. എന്നാ പിന്നെ ബട്ടൺ പ്രസ് ചെയ്തേക്കട്ടെ മാഡം. നീ നിക്ക്, വൈദേഹി വിളിക്കുന്ന എന്താന്ന് നോക്കട്ടെ. ഞാൻ നിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം, നീ ഫോൺ വെക്ക്. ഹലോ വൈദേഹി, എവിടെയാണാവോ? വൈദേഹി അല്ല ചന്ദ്രികെ, വൈദേഹിയുടെ അമ്മ ശാന്താദേവി. ശാന്തി, നീ ഇപ്പൊ എവിടെയാ? എവിടെയാന്ന് പറയ്. എന്തിനാ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി ഇനി ഒരു 20 വർഷം കൂടി ചങ്ങലക്കിടാൻ വേണ്ടിയോ? ശാന്തി, ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്ന, നീ ഇങ്ങ് പോര്. അതെ, ഭീഷണിപ്പെടുത്തലൊക്കെ മതിയെങ്കിൽ ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. നിന്റെ മോളിപ്പ എന്റെ കസ്റ്റഡിയിലുണ്ട്. എന്ത്? മാളവിക നിന്റെ കസ്റ്റഡിയിലുണ്ടെന്നോ? അതെ, എന്റെ അടുത്ത് തന്നെയുണ്ട്. നീ എനിക്കെതിരെ തൊടുത്ത അമ്പ് തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ അയക്കാണെന്ന് കരുതിക്കോ. സത്യം പറ, എന്റെ മോള് നിന്റെ അടുത്തുണ്ടോ? വിശ്വാസം വരുന്നില്ലേ? എന്നാലേ ഒന്ന് സംസാരിച്ചു നോക്ക്. നിന്റെ അമ്മയോട് സംസാരിക്ക. അമ്മ ചന്ദ്രികയെ പാഠം പഠിപ്പിക്കാൻ നോക്കുമ്പോ ഞാൻ മാളവികയുടെ സ്റ്റൈലിൽ സംസാരിച്ചാലേ അവള് വിശ്വസിക്കൂ. സംസാരിക്കാനാ പറഞ്ഞത്. മോം, ബേബി ബേബി, ഇത് നീ തന്നെയാണോ? നീ ഇപ്പൊ എവിടെയാണെന്ന് പറ മോളെ. നീ ഇതെങ്ങനെയാ ശാന്തിയുടെ അടുത്ത് എത്തിയത്? എന്നെ പിടിച്ചോണ്ട് വന്നതാ മോം. നമ്മുടെ പ്ലാൻ എല്ലാം ഇവർക്ക് മനസ്സിലായി. ആന്റി എന്താണോ പറയുന്നത് അത് ചെയ്തേക്ക്, അല്ലെങ്കിൽ ഇവരെന്നെ കൊന്നുകളയും. ബേബി, നിനക്കൊന്നും പറ്റില്ല, നിന്റെ അമ്മയാ പറയുന്നേ. ശാന്തി, ശാന്തി പ്ലീസ്, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. നീ പറയുന്ന എന്തും ഞാൻ ചെയ്തോളാം. ശരി, ഞാൻ പറയുന്ന പോലെ ചെയ്യണം. എന്റെ വല്യേട്ടനും ഏട്ടത്തെയും എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും നിന്റെ പിടിയിലാണെന്ന് എനിക്കറിയാം. അവർക്ക് എന്തെങ്കിലും പറ്റിയ ഇവിടെ നിന്റെ മോളെ ഞാൻ കൊന്നുകളയും. ശാന്തി, അത് എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ വല്യേട്ടനെ കുടുംബത്തെ ഒന്നും ചെയ്യില്ല. നീ നീ എന്റെ മോളെ ഏൽപ്പിച്ചിട്ട് നിന്റെ ആൾക്കാരെ വിളിച്ചോണ്ട് പോയിക്കോ. ശരി, ഞാൻ വീണ്ടും വിളിക്കാം. എന്തിനാ നീ ചിരിക്കുന്നേ? നിന്നെ അവളുടെ അടുത്ത് വിടുമെന്ന് കരുതിയാണോ? എന്റെ കുടുംബം എനിക്ക് തിരിച്ചു കിട്ടിയാലേ നിനക്ക് നിന്റെ അമ്മയുടെ അടുത്ത് പോകാൻ പറ്റൂ. ചന്ദ്രികയെ അമ്മ പേടിപ്പിക്കുന്നത് കാണാനൊക്കെ രസമുണ്ട്. അമ്മയ്ക്ക് വല്യേട്ടനും ഏട്ടത്തി അമ്മയും ഒരു കുടുംബമൊക്കെ ഉണ്ടോ? എങ്കിൽ ആരായിരിക്കും അവര്? ഹലോ മാഡം. എടാ, ബോംബ് പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ? ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അല്ല മാഡം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? എന്റെ ഭഗവാനെ, കനിഞ്ഞല്ലോ നീ. ബട്ടൺ അമർത്തട്ടെ മാഡം? വേണ്ട 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 വേണ്ട. ശാന്താദേവി ഫോൺ ചെയ്തിരുന്നടാ, അതും വൈദേഹിയുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചത്. അമ്മയും മോളും കൈകോർത്തോണ്ട് എന്റെ മോളെ പിടിച്ചു വെച്ചിരിക്കടാ. അയ്യോ, അതെപ്പോഴാണ് മാഡം? അപ്പൊ മാളവികയ്ക്കൊന്നും പറ്റിയിട്ടില്ലല്ലേ?
അവൾക്കൊന്നും പറ്റില്ലടാ. പക്ഷെ ദശരഥ രാമവർമ്മയുടെ ഫാമിലി എന്തെങ്കിലും ചെയ്താ എന്റെ മോളെ ശാന്തി കൊന്നളയൂ ഇത്രേ. നീ അവിടെ തന്നെ നിക്ക്. ഞാൻ എന്തെങ്കിലും പറയുന്നത് വരെ ബോംബ് പൊട്ടിക്കൊന്നും വേണ്ട. മനസ്സിലായല്ലോ? ഓക്കെ, അത് ഞാൻ ഏറ്റു മാഡം. എന്തൊരു കഷ്ടത്. ബോംബിന്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് കത്തി ചാമ്പലാവാൻ യോഗമില്ല. ചന്ദ്രികേ, ചന്ദ്രികേ, ചന്ദ്രികേ. ഇതാരാ? വാട എന്റെ എടീ, എവിടെടി എന്റെ അമ്മായി? എന്റെ വൈദേഹി എവിടെ? അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ കൊന്നുകളയും. എന്താണ് ഈ കാണിക്കണത്? പറയടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ കൊന്നുകളയും. ശരി, എന്നെ കൊന്നു കളഞ്ഞേക്ക്. ഇവിടെ നീ എന്നെ കൊന്നു കളഞ്ഞ യാഗമണ്ഡപത്തിൽ ബോംബ് പൊട്ടും. നിന്റെ കുടുംബത്തിലുള്ള സകലരും പൊട്ടിത്തെറിക്കും. ടെൻഷനാവൊന്നും വേണ്ട. അവിടെ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. എന്ത് ചെയ്യാനാ ദേവ? എന്റെ മോളിപ്പോ ആ വൈദേഹിയുടെയും ശാന്താദേവിയുടെയും കസ്റ്റഡിയില. വൈദേഹി അമ്മായി നിന്റെ കസ്റ്റഡിയിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ മാളവിക അവരുടെ കയ്യിലാണെന്ന് പറഞ്ഞ് പുതിയ കഥയുണ്ടാക്ക. കഥയല്ല, സത്യം. വിശ്വാസമില്ലെങ്കിൽ നീ ഫോൺ ചെക്ക് ചെയ്യ്. നോക്ക്, ശാന്താദേവി വൈദേഹിയുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചത്. നോക്ക്. അപ്പൊ വൈദേഹി നിന്റെ അടുത്തേക്ക് തന്നെയല്ലേ വന്നത്? നിന്റെ ആൾക്കാർ അവളെ കാറി പിടിച്ചോണ്ട് പോകുന്നു ഞാൻ കണ്ടതാണല്ലോ. അതൊക്കെ ശരി തന്നെയാ ദേവ. പക്ഷെ അതിനുശേഷം അമ്മയും മോളും കൂടെ ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞു.
ആ ദേഷ്യം തീർക്കാനാ ഞാൻ യാഗമണ്ഡപത്തിൽ ബോംബ് വെച്ചത്. അത് പൊട്ടിക്കാൻ തീരുമാനിച്ചപ്പോഴാ ശാന്തി ഫോൺ ചെയ്തത്. വൈദേഹിയുടെ ഫോണിൽ നിന്ന് എന്റെ മോൾ എന്നോട് സംസാരിച്ചു ദേവാ. അതെങ്ങനെ സംഭവിക്കും? മാളവികയാണെങ്കിൽ ഇപ്പൊ ജീവനോടെ ഇല്ലതാനും, പിന്നെങ്ങനെ അവള് സംസാരിക്കാനാ? ഇപ്പൊ എനിക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നിന്റെ ഭാര്യയോ നിന്റെ അമ്മായിയോ എന്റെ അടുത്തില്ല. പക്ഷെ അവരുടെ കസ്റ്റഡിയിലുള്ള എന്റെ മോളെ എനിക്ക് തന്ന യാഗമണ്ഡപത്തിൽ ബോംബ് പൊട്ടില്ല. അല്ലെങ്കിൽ എന്റെ ഒരു കോള് മതി, അവിടെയുള്ള എല്ലാവരും തീരാൻ. വേണ്ട, വൈദേഹി എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് നിന്റെ മോളെ നിന്റെ കയ്യിലേൽപ്പിക്കും. വൈദേഹിയാണോ? സംസാരിക്കേ. ഹലോ, ദേവേട്ടാ, ഞാൻ വൈദേഹിയ. ലൊക്കേഷൻ അയച്ചുതരാം, പെട്ടെന്ന് വന്നേക്ക. എന്റെ മോളെ മാത്രം എനിക്ക് തന്നേക്കണം. എവിടെ പോയി മാഗി നീ? ഈ ഒരു അവസ്ഥയിലും ഇവിടുന്ന് ഓടേണ്ടത്ര തിരക്കുള്ള എന്ത് പണിയാ മാഗി നിനക്ക്? നോക്ക്, എന്റെ മോള് നിന്നെ പോലെ തന്നെയാ. എനിക്ക് നിന്നെ കെട്ടിയിടാൻ മനസ്സുണ്ടായിട്ടല്ല. എന്ത് ചെയ്യാനാ? ചന്ദ്രികയെ തോൽപ്പിക്കാൻ വേറെ മാർഗമില്ല. നിന്റെ അമ്മ എന്നെ ഇതുപോലെ കെട്ടിയിട്ടിരുന്നത് 1-2 ദിവസമല്ല, കുറേയേറെ കാലങ്ങൾ. 20 വർഷങ്ങൾ. 20 വർഷങ്ങളോ? എന്റെ അമ്മ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. ആ ചന്ദ്രികയോട് അത്ര വലിയ ദ്രോഹം എന്റെ അമ്മയും നമ്മൾ ചെയ്തത്. ദിവസം 2 നേരം ഇത്രയും ചോറ് മാത്രം തരും. അതിരിക്കട്ടെ, ചോറിന്റെ കാര്യം പറഞ്ഞപ്പോഴോർത്ത്, നിനക്ക് വിശക്കുന്നുണ്ടോ? കാലത്തോട്ട് ഞാനും ഒന്നും കഴിച്ചില്ല, നിനക്കും ഒന്നും തന്നില്ല. എനിക്ക് വിശക്കുമ്പോ നിനക്കും വിശക്കാതിരിക്കൂ. ചന്ദ്രികയുടെ മോളാണെങ്കിൽ എന്താ, പട്ടിണിക്കിടാൻ എനിക്കാവില്ല. നിക്ക്, കുറച്ച് ചോറുണ്ട്, കറി ഒഴിച്ചു കൊണ്ടുവരാം. എന്റെ അമ്മ പാവാന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി. വേണ്ട, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ? ഞാൻ വാരി തന്നോളാം. കഴിക്ക്.
കഴിക്ക്. വാ തുറക്ക്. തുറക്ക്. ആ എന്തു പറ്റി നിനക്ക്? എരിവ് കൂടിപ്പോയോ? ഞാൻ വെള്ളം കൊണ്ടുവരാം, നിക്ക്. അമ്മേ, 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 അമ്മേ. അമ്മേ, 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 എന്ത് പറ്റിയമ്മേ? അമ്മേ, അമ്മേ, അമ്മേ. വൈദേഹി, വൈദേഹി. വൈദേഹി, 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 വൈദേഹി. അമ്മേ, വൈദേഹി. അമ്മേ. അയ്യോ, അമ്മയ്ക്ക് നല്ല ചൂടുണ്ടല്ലോ. ഓടി ഓടി പാവം തളർന്നു കാണും. മനസ്സിന് നല്ല വിഷമമുണ്ടാവും. അതല്ലേ അമ്മയ്ക്ക് പെട്ടെന്ന് പനി വന്നത്. അമ്മേ, അമ്മ എണീക്കമ്മേ. അമ്മേ, അമ്മ എണീക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മ, അമ്മ. അമ്മായി, അമ്മായിക്ക് എന്താ പറ്റി? ഒന്ന് പതുക്കെ സംസാരിക്കേ. അമ്മയ്ക്കൊന്നുമില്ല, നല്ല പനിയുണ്ട്, അതുകൊണ്ടൊന്നും മയങ്ങിയതാ. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് എല്ലാം ശരിയായിക്കോളും. ഇപ്പൊ എന്താ വിളിച്ചത്?
അമ്മായിയോ? ഇത്ര പെട്ടെന്ന് ബന്ധം കൂട്ടിച്ചേർത്തത്? അതിപ്പോ കൂട്ടിച്ചേർത്ത ബന്ധമല്ല, ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മായി തന്നെ അവര്. അതിനുശേഷമാണ് നിന്റെ അമ്മയായത്. എന്താ ദേവേട്ട പറഞ്ഞത്? ദേവേട്ടന്റെ അമ്മായി? അതെ, എൻ്റെ അമ്മായിയാ. അതുപോലെ നീ എൻ്റെ അമ്മായിയുടെ മോളും.